ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 19ാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവരെ അത് പോയി കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം ഈ എപ്പിസോഡ് വളരെയധികം ലെങ്തി ആയതുകൊണ്ട് തന്നെ 2 പാർട്ടാണ് ചെയ്തത്. സോ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുകൊണ്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ ആ ഡീമൺ താൻജറോട് പറയുകയാണ്, നീ വിചാരിച്ചോ എന്നെ സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റുമെന്ന്? ഞാനാണ് 12th സ്കിൽപ്പെടുന്ന ഒരു ഡീമനാണെന്ന് പറഞ്ഞിട്ട് ആ ഡീമന്റെ കണ്ണ് കാണിച്ചു കൊടുക്കുവാണ്. ഇതേ സമയം തന്നെ നമുക്ക് താൻജറോയ്ക്ക് ചെറുതായിട്ട് പേടി വരുവാണ്. അതുമാത്രമല്ല ഈ ഡീമൻ വളരെയധികം പവർഫുൾ ആണ്. ഈ ഒടിഞ്ഞ കട്ടാന യൂസ് ചെയ്തിട്ട് ഈ ഡീമിനെ എങ്ങനെ കൊല്ലുമെന്നാണ് താൻജറോ ചിന്തിച്ചിരിക്കുന്നത്. ഞാനൊരു 12th സ്കിലുള്ള ഡീമൻ ആയതുകൊണ്ട് തന്നെ നിന്നെപ്പോലുള്ള കൊച്ചു ഡീമൻ സ്ലേയേഴ്സിനൊന്നും എന്നെ കൊല്ലാൻ സാധിക്കത്തില്ല. അതുമാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ള അച്ഛൻ, അമ്മ, അനിയത്തി അവരെല്ലാവരും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെയും ചുമതല തന്നെയാണ് അവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അനിയത്തി എനിക്ക് തന്നേക്ക്, ഞാൻ അവളെ നല്ലതുപോലെ നോക്കിക്കോളാം എന്ന് ആ ഡീമൻ നമ്മുടെ താൻജറോട് പറയുകയാണ്. ഈ പവർഫുൾ ആയിട്ടുള്ള ഡീമിനെ കൊല്ലാൻ എന്തെങ്കിലും ഒരു വഴി കാണത്തില്ലേ? വഴി കാണും എന്ന് നമ്മുടെ താൻജറോ വിചാരിച്ചിട്ട് താൻജറോ ആ ഡീമനെ കൊല്ലാൻ വേണ്ടി തയ്യാറാകുകയാണ്. നമ്മുടെ താൻജറോ ഒന്നും മിണ്ടായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഡീമൻ പറയുവാണ്, നീ എന്നെ ഇപ്പോഴും കൊല്ലാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യം തന്നെയാന്ന് പറഞ്ഞിട്ട് അവന്റെ വെബ് യൂസ് ചെയ്തിട്ട് നമ്മുടെ നെസ്കോനെ അവന്റെ അടുത്തോട്ട് വലിച്ചു വെക്കുവാണ്. ഇതൊക്കെ കണ്ടെത്താൻ നമ്മുടെ താൻജറോ നെസ്കോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയുകയാണ്, ഞാനിപ്പോ നെസ്കോനെ എടുത്തു കഴിഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നിന്റെ ജീവൻ ഞാൻ ചുമ്മാ തന്നേക്കാം, ഒരു ചാൻസ് കൂടെ നിനക്ക് തരാം, നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോക്കോ, ഞാൻ നിന്റെ അനിയത്തെ നല്ലതുപോലെ നോക്കിക്കോളാം എന്നാ ഡീമൻ പറയുകയാണ്. ഇത്രയും നേരവും നമ്മുടെ നെസ്കോയ്ക്ക് ബോധമില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ നെസ്കോയ്ക്ക് ബോധം വരുന്നത്. ബോധം വരുമ്പോൾ തന്നെ അവളുടെ നഖം യൂസ് ചെയ്തിട്ട് ആ ഡീമന്റെ മുഖം മൊത്തം മാന്തുകയാണ്. താൻജറോ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ ഡീമൻ നമ്മുടെ താൻജറോയുടെ ദേഹത്തേക്ക് വെബ് യൂസ് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ താൻജറോ അത് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെയാണ് താൻജറോ ആ ഡീമന്റെ അടുത്തോട്ട് നോക്കുന്ന സമയത്ത് അവിടെ നെസ്കോ ഇല്ല. ഇതേ സമയം തന്നെ മുകളിൽ നിന്ന് ഒരുപാട് ചോര വരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ മേലോട്ട് നോക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. നമ്മുടെ നെസ്കോനെ ആണെങ്കിൽ ആ ഡീമൻ വെബ് യൂസ് ചെയ്തിട്ട് മുറുക്കി അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. വളരെയധികം ചോരയൊക്കെ താഴോട്ട് ഒളിച്ചു വീഴുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ താൻജറോ നെസ്കോ എന്ന് വിളിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയുകയാണ്, അവൾക്കൊന്നും പറ്റത്തില്ല, അവളൊരു ഡീമൻ അല്ലേ, അവള് ആ മുറിവൊക്കെ ഹീൽ ചെയ്തോളൂ എന്ന് പറയുകയാണ് ആ ഡീമൻ. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയുകയാണ്, അവൾക്ക് ഒരു മര്യാദയില്ല, ഒട്ടും മര്യാദയില്ല, മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എൻ്റെ മുഖം മാന്തി പറിക്കത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൾ കുറച്ചു നേരം മര്യാദ പഠിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ അവളെ മേലെ കെട്ടിയിട്ടത്. അതുമാത്രമല്ല നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ മര്യാദ പഠിച്ചില്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് സൂര്യവട്ടം അടിച്ച് മരിക്കും അങ്ങനെ പറയുകയാണ് ആ ഡീമൻ. ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം ദേഷ്യം വന്ന നമ്മുടെ താൻജറോ പറയുവാണ്, ഞാൻ മരിച്ചാലും കുഴപ്പമില്ലടാ, നിന്നെ ഞാൻ കൊന്നിട്ടേ മരിക്കത്തുള്ളെന്ന് പറഞ്ഞിട്ട് ആ ഡീമന്റെ അടുത്തോട്ട് ഓടി പോവുകയാണ് നമ്മുടെ താൻജറോ. വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ ഡീമൻ ആണെങ്കിൽ അവന്റെ അറ്റാക്ക് യൂസിട്ട് നമ്മുടെ താൻജറോനെ താരോട്ടിടുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ ആണെങ്കിൽ അവന്റെ കാല് ഉപയോഗിച്ചിട്ട് നമ്മുടെ താൻജറോനെ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിയിടുകയാണ്. നമ്മുടെ താൻജറോയുടെ വായിൽ നിന്ന് ഒരുപാടധികം ചോരയൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഡീമൻ പറയുവാണ്, കൊച്ചു ചേർക്കാം, നിനക്ക് എന്നെ കൊല്ലണോ, നീ എന്നെ ഒന്ന് കൊന്നു കാണിക്കുന്ന പറഞ്ഞിട്ട് ആ ഡീമന്റെ 2 കൈയും പൊക്കി ഇങ്ങനെ കാണിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയാം, എന്നാ നീ ചത്തടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോടെ പൊട്ടിപ്പോയ വാള് വെച്ചിട്ട് അവന്റെ കഴുത്തിലോട്ട് വെട്ടുവാണ്. കഴുത്തിലോട്ട് വെട്ടാൻ നേരത്ത് അവന്റെ കഴുത്ത് വെട്ടുന്നില്ല. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻജറോ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഇതൊക്കെ താണ്ട് താൻജറോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പോലെ മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയാണ്, ഞാൻ ഇത്ര നേരം നിനക്ക് തന്ന ചാൻസ് ഒക്കെ കഴിഞ്ഞു, ഇനി നിനക്കൊരു ചാൻസ് ഇല്ല, നീ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോയുടെ ദേഹത്തോട്ട് കാല് വെച്ച് അങ്ങ് അടിക്കുവാണ് ആ ഡീമൻ. അങ്ങനെ താൻജറോ തെറിച്ചു പോവുകയാണ്. തെറിച്ചു പോയ ഒരു സ്ഥലത്ത് വീരുവാണ്. അവിടെ ഒരുപാടധികം പൊടികളൊക്കെ വരികയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയാണ്, കൊച്ചിയർക്ക, നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ നീ ആദ്യം എന്നെ ത്രെഡ് കട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കത്തുള്ളെന്ന് ആ ഡീമൻ താൻജറോട് പറയുക. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ്, ഞാൻ ഇതുവരെ കണ്ട ഡീമനെ പോലുള്ള ഇവൻ വളരെയധികം സ്ട്രോങ് ആണ്. അതുമാത്രമല്ല ഇവനൊരു 12th സ്കിലുള്ള ഒരു ഡീമൻ അല്ലേ, അതുകൊണ്ട് തന്നെ മൂസാന്റെ ഒരുപാടധികം ബ്ലഡ് ഇവന്റെ ദേഹത്തുണ്ടെന്ന് തോന്നുന്നു. അതുമാത്രമല്ല ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഇവനെ കൊന്നിരിക്കുമെന്ന് നമ്മുടെ താൻജറോ പറയുക. ഇതേ സമയം ആ ഡീമൻ താൻജറോനെ അടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ നെസ്കോ ആണെങ്കിൽ മേളിൽ കിടന്ന് ഒച്ചയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ നെസ്കോട് പറയുവാണ്, നീ ഒന്ന് മിണ്ടായിരിക്കടി എന്ന് പറഞ്ഞിട്ട് അവന്റെ വെബ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ മുറുക്കുകയാണ്. നമ്മുടെ താൻജറോ വളരെയധികം ദേഷ്യത്തിൽ അവന്റെ കയ്യിൽ തന്നെ പിടിച്ച് നെക്കിക്കൊണ്ട് ചോദിക്കുവാണ്, ഞാൻ എങ്ങനെയാ ഈ ഡീമനെ കൊല്ലുന്നേ, എങ്ങനെ കൊല്ലും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ താൻജറോ. എങ്ങനെ കൊല്ലും, നീ ഒന്ന് ആലോചിക്ക് താൻജറോ, നീ ഒന്ന് ആലോചിച്ച് നോക്ക് താൻജറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ താൻജറോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നെസ്കോയുടെ ദേഹത്ത് ഒരുപാടധികം മുറിവുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ നെസ്കോ ബോധം കെട്ട് വീരുകയാണ്. കണ്ട് ആ ഡീമൻ പറയുവാണ്, ഞാനിതുവരെ കണ്ട ഡീമൻസിനെ പോലൊന്നും അല്ല ഇവള് വളരെയധികം വ്യത്യസ്തയാണ്. ഇതേ സമയം നമ്മുടെ താൻജറോ ഈ ഡീമനെ കൊല്ലാൻ വേണ്ടി വാട്ടർ ബ്രീത്തിങ്ങിന്റെ 10th ഫോം ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വാട്ടർ ബ്രീത്തിങ് 10th ഫോം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഡീമന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. താൻജറോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വാട്ടർ ബ്രീത്തിങ്ങിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോം ആയിട്ടുള്ള 10th ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഫോം ആയതുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോയുടെ വാളിന്റെ അവിടെ ഒരു ഡ്രാഗൺ പോലത്തെ ഒരു സാധനം വരുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ ഒരുപാടധികം വെബുകളൊക്കെ വിടുന്നുണ്ട്. പക്ഷേ ആ ഡ്രാഗൻ ആ വെബുകളൊക്കെ കടിച്ചു പൊട്ടിക്കുകയാണ്. താൻജറോ ഇപ്പോൾ മുറിച്ചത് അവന്റെ പൊട്ടിപ്പോയ കട്ടാണ ഉപയോഗിച്ചാണ്. ഇപ്പൊ തന്നെ താൻജറോയ്ക്ക് മനസ്സിലാവാണ്, ഈ പൊട്ടിപ്പോയ കട്ടാണ ഉപയോഗിച്ച് എനിക്ക് ഈ വെബ് മുറിക്കാൻ പറ്റുമെങ്കിൽ അവന്റെ തലയും എനിക്ക് ഈസി ആയിട്ട് തന്നെ
മുറിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ടാൻജറോ ആ ഡീമൻ്റെ അടുത്തോട്ട് പോവുകയാണ്. സമയത്ത് തന്നെ ആ ഡീമൻ പറയുവാണ്, നിന്റെ പവർ എന്തുവാന്ന് നീ എനിക്ക് കാണിച്ചു തന്നു, ഇനി നീ എൻ്റെ പവർ കാണാൻ പറഞ്ഞിട്ട് ആ ഡീമൻ്റെ ബ്ലഡ് ഡീമൻ ആർട്ട് നമ്മുടെ ടാൻജറോ അടുത്തോട്ട് വിടുകയാണ്. അതും ആ വെബൊക്കെ ഒരു റെഡ് കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഡീമൻ ആണെങ്കിൽ ഒരുപാടധികം വെബ് നമ്മുടെ ടാൻജറോയുടെ അടുത്തോട്ട് വിടുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ടാൻജറോ വളരെയധികം പേടിക്കുകയാണ്. ടാൻജറോ മരിക്കാൻ പോകാമെന്ന് വിചാരിച്ച് ടാൻജറോയുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരു ഇലൂഷൻ പോലെ കാണിക്കുകയാണ്. അവൻ പ്രത്യേകമായിട്ട് ആലോചിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ചെറുപ്പത്തിൽ ഒരു ഡാൻസ് കളിക്കുമായിരുന്നു. ആ കാര്യം ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ടാൻജറോയുടെ അച്ഛൻ പറയുകയാണ്, നീ ഒരിക്കൽ ബ്രീത്തിങ് ടെക്നിക് കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നീ ഉറപ്പായിട്ടും ഹിനുകാമി ബ്രീത്തിങ് ടെക്നിക്ക് പഠിച്ചിരിക്കും എന്ന് ടാൻജറോയുടെ അച്ഛൻ ടാൻജറോട് പറയുകയാണ്. സമയം തന്നെ നമ്മുടെ ടാൻജറോ വേറൊരു കാര്യം കൂടെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ടാൻജറോയുടെ അച്ഛനാണെങ്കിൽ ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡാൻസ്, ഒരു മഞ്ഞത്ത് രാത്രി. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടാൻജറോ ആണെങ്കിൽ ടാൻജറോയുടെ അമ്മയോട് ചോദിക്കുകയാണ്, നമ്മുടെ അച്ഛന് വളരെയധികം വയ്യാതിരിക്കുവാണ്, പിന്നെ എന്തിനാണ് ഈ ഡാൻസ് കളിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടാൻജറോയുടെ അമ്മ ടാൻജറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു ഡാൻസ് ആണ്, ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളോട് ദൈവം കോപിക്കും, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആ ടാൻജറോയുടെ അമ്മ ടാൻജറോട് പറയുകയാണ്. അടുത്ത ദിവസം നമ്മുടെ ടാൻജറോയുടെ അച്ഛനോട് ചോദിക്കുകയാണ് ആ ഡാൻസിനെ കുറിച്ച്. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ കളിക്കുന്ന ഈ ഡാൻസ് ആണെങ്കിൽ ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി വെച്ചിട്ട് പോകുന്നത് എൻ്റെ ചെവിയിൽ കിടക്കുന്ന ഈ ഇയറിംഗ്സും അതുപോലെ തന്നെ ആ ബ്രീത്തിങ് ടെക്നിക്കും. ഈ സമയത്ത് തന്നെ നമ്മുടെ ടാൻജറോ ആണെങ്കിൽ ഹിനുകാമി കാഗ്ര എന്ന് പറഞ്ഞിട്ട് ടാൻജറോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് നേരെ ഫയർ ബ്രീത്തിങ് ആക്കുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോയ്ക്ക് മനസ്സിലാവാണ്, ഒരു ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരു ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിന് കേടാണെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടാൻജറോ വിചാരിക്കുകയാണ്, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ ഈ ഡീമനെ കൊന്നിട്ടേ വിട്ടുകൊടുക്കത്തുള്ളൂ എന്ന് പറയുകയാണ് നമ്മുടെ ടാൻജറോ. അങ്ങനെ ടാൻജറോ ആണെങ്കിൽ ആ ഡീമൻ വിടുന്ന എല്ലാ ത്രെഡ്സും ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വളരെയധികം സ്പീഡിൽ ആ ഡീമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ ഈ ഡീമൻ ചിന്തിക്കുകയാണ്, ഇവൻ വളരെയധികം പവർഫുൾ ആണല്ലോ, ഇവൻ ശരിക്കും ആരാ? ഇതേ സമയത്ത് തന്നെ നേരത്തെയൊക്കെ പോകുന്നത് പോലെ തന്നെ നമ്മുടെ ടാൻജറോയുടെ കട്ടാനയിൽ നിന്ന് ഒരു നൂല് പോലത്തെ ഒരു സാധനം പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോയ്ക്ക് മനസ്സിലാവാണ് ഈ ഡീമൻ്റെ കഥ കഴിയാനുള്ള സമയമെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ നെസ്കോയുടെ സ്വപ്നത്തിൽ നെസ്കോയുടെ അമ്മ വരികയാണ്. നെസ്കോ എഴുന്നേക്ക് നെസ്കോ, നിന്റെ ചേട്ടന് ഇപ്പോൾ ഒരു സഹായം വേണം എന്ന് ടാൻജറോയുടെ അമ്മ ആ നെസ്കോയോട് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നെസ്കോ ആണെങ്കിൽ നമ്മുടെ ടാൻജറോനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ നെസ്കോയുടെ ബ്ലഡ് ഡീമൻ ആർട്ട് നമ്മുടെ ടാൻജറോയുടെ അടുത്തോട്ട് വിടുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ പൊട്ടിപ്പോയ കട്ടാനയുടെ അവിടെ നമ്മുടെ ടാൻജറോയുടെ ബ്ലഡ് ഡീമൻ ആർട്ട് വരികയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോ ആണെങ്കിൽ ആ ഡീമൻ്റെ അടുത്തെത്തി. ടാൻജറോയും അതുപോലെ തന്നെ നെസ്കോയും വളരെയധികം സ്പീഡിൽ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഡീമൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ ഡീമൻ തന്നെ പറയാണ്, എന്നെ ഒരിക്കലും കൊല്ലാൻ പറ്റത്തില്ല, ഞാൻ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആളാണ്, അത് മാത്രമല്ല ഞാൻ 12 സ്കെയിൽ ഒരു ഡീമൻ ആണെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടാൻജറോ ആണെങ്കിൽ ആ ഡീമൻ്റെ തലയങ്ങ് വെട്ടുകയാണ്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 അതിലെ 19ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരാം. ബൈ.